നമസ്കാരം കൂട്ടുകാരെ, തുമ്പിക്കയ്യൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എങ്ങനെയാണ് കൂട്ടിൽ തീറ്റ ഇടുന്നത്, അതേപോലെയാണ് എങ്ങനെയാണ് എടുക്കണതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുമായിട്ട് മുമ്പോട്ട് കൂട് കൊണ്ടിടാൻ പോവുകയാണ്. അവിടെ കുറേ കാടും പടലും ഈറയൊക്കെ ചാഞ്ഞിരിക്കുന്നതുകൊണ്ട് കൂട് ഇപ്പുറത്തൂടെയാണ് കൊണ്ടുപോയത്. ഇനി നമ്മൾ എടുക്കാൻ പറഞ്ഞത് അപ്പുറത്തൂടെയാണ് എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ കൂട്ടിന് തീറ്റ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് തിരിത്തീറ്റയും പിന്നെ ആട്ടമാവും പിന്നെ ഉലുവപ്പൊടിയും കൂടിയാണ്. ഈ മൂന്നായിട്ടുമാണ് നമ്മൾ വെക്കുന്നത്. അതിനകത്ത് കണ്ട കളറിന് വേണ്ടി, വെള്ള കളർ കിട്ടാൻ വേണ്ടി കുറേ കൂവ പൊട്ടിച്ച് ആ കൂട്ടിനകത്ത് ഇടും. കൂവ പൊട്ടിച്ചിടയാണ്. അപ്പോൾ വെള്ള കളർ അതിനകത്ത് കാണുമല്ലോ. അപ്പം മീൻ വന്ന് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൂവ പൊട്ടിക്കുകയാണ്. കൂവ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ കൂവ പൊട്ടിച്ച് വാതിലിൽ കൂടെയാണ് ഇടുന്നത്, അല്ലാതെ വേറെ ഓപ്പൺ ഡോറൊന്നും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. മീൻ കയറി പോണ വാതിലിൽ കൂടെയാണ് നമ്മൾ ഈ കൂവ പൊട്ടിച്ചിട്ടത്. ഇനി അതിനെ എടുത്ത് നല്ല മീൻ കൂടുതൽ നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ സൈഡിൽ മീനുണ്ട്. അവിടെ ഈ എടുത്തെറിഞ്ഞാൽ മതി, താന്നു പോകും. കമ്പിയായ കൊണ്ട് താന്നു പോകും. താന്നു പോയി. ഇനി നമ്മളത് ഒഴുക്കെടുത്തോണ്ട് പോവാതിരിക്കാൻ എവിടെയെങ്കിലും കെട്ടി വെക്കണം. കെട്ടി വെച്ചില്ലെങ്കിൽ കൂട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ എടുക്കുക ചെയ്താൽ പിന്നെ കരയിലോട്ടാണ് കൂട് തിരിയണമെങ്കിൽ പിന്നെ വാതിലടഞ്ഞു പോകും. പിന്നെ മീനിന് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് എവിടെയെങ്കിലും കെട്ടി വെക്കണം. അത് തന്നെ ഒഴുക്ക് കൊടുത്തോണ്ട് പോകില്ല. അങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ എടുക്കാൻ പോണത് ഇപ്പുറത്തെ വഴി കൂടെയാണ് പോണത്. മേളിൽ കൂടെ, താഴെ കൂടെയാണ് നമ്മൾ കൂട് കൊണ്ട് വന്നത്. മേളിൽ കൂടെയാണ് എടുക്കാൻ പോണത്. അപ്പോൾ എടുക്കാൻ പോകുന്ന ഇത് വീഡിയോ പിടിക്കാനൊന്നും ആളില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. എടുക്കാൻ പോയപ്പോൾ വീഡിയോ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ക്യാമറ ഒരു കല്ലിൻ്റെ കീഴിൽ ആ പോച്ചയുടെ ഇടയിലായിപ്പോയി സെറ്റ് ചെയ്ത് വെച്ചത്. അവിടെ വെച്ചിട്ട് വല എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അത് സെറ്റ് ചെയ്ത് വെക്കാൻ അത് ക്യാമറ മറിഞ്ഞങ്ങ് പോവുകയാണ്. ക്യാമറ ഒരിടത്തിരിക്കില്ല ഫോണ്. അങ്ങനെ കുറേ കല്ലൊക്കെ വാരി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെച്ചത് ക്യാമറ. അതാണ് അത്ര അവിടെ താമസം വന്നത്.
അങ്ങനെ അത് വെച്ചിട്ട് ഇപ്പം ഇത്തിരി മഴയൊക്കെ പെയ്ത് കലങ്ങിയായിരുന്നു. നേരത്തെ നമ്മൾ തെളിവെള്ളത്തിലായിരുന്നു വെച്ചത്. ഇപ്പം മഴയൊക്കെ പെയ്ത് ഇച്ചിരി കലങ്ങിയായിരുന്നു. ഉണ്ടാ അപ്പോൾ കൊണ്ടുപോയ കവറൊന്ന് ഇച്ചിരി മണ്ണ് പറ്റിയായിരുന്നു. നമ്മൾ തീറ്റ കൊണ്ടുപോയ കവർ അതൊന്ന് കഴുകി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് മീനുണ്ടായില്ലയോ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പം പൊക്കി നോക്കി അപ്പോൾ അവിടെ കയറി എന്തോ ഉടക്കിയപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് ഉടക്കളവി വന്ന് കണ്ട. അപ്പോഴുണ്ട മീൻ കണ്ട. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് ഈ ക്യാമറ കറക്റ്റ് അങ്ങ് കാണിച്ചു തരാൻ പറ്റാത്തത്. അതിൻ്റെ ഇത് മറഞ്ഞിരുന്നതും കണ്ടില്ല ഞാൻ. മീൻ കണ്ട, ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് കൂട് വയ്ക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മീൻ എടുക്കണ രംഗമാണ്. മീൻ എടുത്ത് കവറിലോട്ട് ഇടുകയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ക്യാമറ വെച്ച് പിടിക്കുന്ന കാര്യം വലിയ പാടാണ്. അതാണ് നിങ്ങൾക്ക് വ്യക്തമായി ഒന്നും കാണാൻ പറ്റാത്തത്. അതിനകത്ത് മീൻ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ കരികിട മീനായിരുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ പിന്നെ സബ്സ്ക്രൈബർ 450 ആയേ ഉള്ളൂ. 450 ആയേ ഉള്ളൂ. അതാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നത്. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊരു കോള് വന്ന് കയറി. അതാണ് സ്റ്റക്കായി തോന്നണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നമ്മൾ നടത്താൻ പറ്റുള്ളൂ. ഒരു ലൈവ് പോകണമെങ്കിൽ തന്നെ 1000 സബ്സ്ക്രൈബർ വേണം. പക്ഷെ നമുക്ക് ലൈവൊന്നും പോകാൻ മാർഗമില്ല. അപ്പം ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീഡിയോകൾ ചെയ്യുകയാണ്. അങ്ങനെ മീനൊക്കെ എടുത്ത് തീർന്ന് കൂട് എടുത്ത് മേളിലോട്ട് കൊണ്ടിടാമെന്ന് കരുതി. അങ്ങനെ കൂട് എടുത്തുകൊണ്ട് മേളിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മളെ കൂട് കണ്ട. ഇങ്ങനെയാണ് അത് കൂട് കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.